ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഒരു ചോദ്യം, മാസവരുമാനം ഒന്നിനും തികയില്ല, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ കുറച്ചുകൂടി അധിക വരുമാനം. പലരുടെയും ജീവിതത്തിലെ ഒരു പൊതുവായ പ്രതിസന്ധിയാണിത്. നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള വരുമാനം പലപ്പോഴും കുറവായിരിക്കും. ഒരു പുതിയ വീട്, ഒരു പുതിയ കാർ, കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസം, വിദേശയാത്രകൾ എന്നിങ്ങനെ ഒരുപാട്. ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രധാന ജോലിക്ക് പുറമെ അധിക വരുമാന മാർഗങ്ങൾ തേടാറുണ്ട്, അല്ലേ? അവിടെയാണ് സൈഡ് ഹസിൽസ് എന്ന ആശയം പ്രസക്തമാകുന്നത്. അതായത് നമ്മുടെ പ്രധാന ജോലിക്ക് പുറമെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ ജോലികൾ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ. ഇതാണ് സൈഡ് ഹസിൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർക്കും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ എന്നാൽ കാര്യമായ വരുമാനം നേടാൻ സഹായിക്കുന്ന ചില സൈഡ് ഹസിൽസ് ആശയങ്ങളെ കുറിച്ചാണ്. ഇത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ എങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും എങ്ങനെ ഓരോ സൈഡ് ഹസിലും തുടങ്ങാമെന്നും അതിൽ വിജയിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി, എന്താണ് ഈ സൈഡ് ഹസിൽസ്? എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം? ലളിതമായി പറഞ്ഞാൽ, സൈഡ് ഹസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വരുമാനത്തിന് പുറമെ നമ്മൾ അധികമായി ചെയ്യുന്ന ചെറിയ ജോലികളോ ബിസിനസ്സുകളോ ആണ്. അത് നമ്മുടെ വൈകുന്നേരങ്ങളിലോ വാരാന്ത്യങ്ങളിലോ അല്ലെങ്കിൽ ദിവസത്തിൽ 1 മണിക്കൂറോ 2 ആഴ്ചയിൽ 1 ദിവസമോ അങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ഹോബിയിൽ നിന്ന് ഒരു ചെറിയ വരുമാന മാർഗമായി വികസിപ്പിക്കുന്നതും ആകാം. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമാകുന്നത്? എന്തുകൊണ്ട് നമ്മൾ സൈഡ് ഹസിൽസ് ചെയ്യണം? ആദ്യമായി, ഒന്നാമത്തെ പോയിന്റ്, അധിക വരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ അധിക വരുമാനം ലഭിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ സഹായിക്കും. കടങ്ങൾ വീട്ടാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തികമായി സഹായിക്കാനും ഇത് വലിയൊരു കൈത്താങ്ങാകും. 2, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. ഒരുപക്ഷെ നമുക്ക് വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു വീട് വാങ്ങണം, ഒരു കാർ വാങ്ങണം, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം, ലോകം ചുറ്റിക്കാണണം. ഇത്തരം വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ഈ അധിക വരുമാനം വലിയൊരു സഹായമാണ്. 3, പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നു. പലപ്പോഴും സൈഡ് ഹസിൽസുകൾ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാനും സഹായിക്കും. ഒരുപക്ഷെ ഒരു സൈഡ് ഹസിലായി തുടങ്ങിയ ഒരു കാര്യം ഭാവിയിൽ നമ്മുടെ പ്രധാന വരുമാന മാർഗമായി മാറിയേക്കാം. 4, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉള്ളത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഒരു ജോലി നഷ്ടപ്പെട്ടാലോ വരുമാനം കുറഞ്ഞാലോ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മാർഗമുണ്ടെന്ന് വരുന്നത് വലിയൊരു ആശ്വാസമാണ്. ഇത് നമ്മളെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കും. ഇനി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതും ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളതുമായ ചില മികച്ച സൈഡ് ഹസിൽ ആശയങ്ങൾ പരിചയപ്പെടാം. ഓരോന്നിനും എങ്ങനെ തുടങ്ങാം, എന്ത് ശ്രദ്ധിക്കണം എന്നും നമ്മൾ പറയും. ഒന്നാമതായി, ഓൺലൈൻ ട്യൂഷനും കോച്ചിങ്ങും. നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ നല്ല അറിവും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള താല്പര്യവുമുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ കോച്ചിങ് ഒരു മികച്ച സൈഡ് ഹസിലാണ്. കണക്ക്, ശാസ്ത്രം, ഭാഷകൾ, അതായത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അറബിക്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വിവിധ മത്സര പരിശീലനങ്ങൾ, സാധ്യതകൾ ഒരുപാടാണ്. എങ്ങനെ തുടങ്ങാം? ചെഗ്, വേദാന്തു, ബൈജൂസ്, അൺഅക്കാഡമി പോലുള്ള പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒരു അധ്യാപകനായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞ് വിദ്യാർത്ഥികളെ കണ്ടെത്താം. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ്സ് വഴിയും നമുക്ക് നമ്മുടെ ക്ലാസുകൾ പ്രൊമോട്ട് ചെയ്യാം. ഒരു ലളിതമായ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോം മതി ക്ലാസുകൾ എടുക്കാൻ. ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലിരുന്ന് ചെയ്യാമെന്നത് വലിയൊരു സൗകര്യമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വിദ്യാർത്ഥികളെയും നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. ഇതിന്റെ വരുമാനം മണിക്കൂറിന് 200 മുതൽ 1000 രൂപ വരെ വിഷയത്തിന്റെയും നമ്മുടെ അനുഭവ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കാം. സ്ഥിരമായി കുറച്ച് വിദ്യാർത്ഥികളെ കിട്ടിയാൽ നല്ലൊരു തുക ഉണ്ടാക്കാൻ കഴിയും. രണ്ടാമതായി, ഫ്രീലാൻസിംഗ്. നമ്മുടെ കമ്പ്യൂട്ടർ അറിവുകളും ക്രിയേറ്റീവ് കഴിവുകളും ഉപയോഗിച്ച് പണം നേടാൻ പറ്റിയ ഒരുപാട് വഴികളുണ്ട് ഫ്രീലാൻസിംഗിൽ. ഇത് വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികളാണ്. എഴുത്ത്, കോണ്ടന്റ് റൈറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ലോഗോ പോസ്റ്റേഴ്സ്, വെബ് ഡെവലപ്മെന്റ്,
വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഡാറ്റ എൻട്രി, വോയിസ് ഓവർ തുടങ്ങിയവെല്ലാം ഇതിൽപ്പെടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എങ്ങനെ തുടങ്ങാം? ഫേവർ, അപ്വർക്ക്, ഗുരു, freelancer.com, ടോപ്റ്റാൽ പോലുള്ള അന്താരാഷ്ട്ര ഫ്രീലാൻസിംഗ് വെബ്സൈറ്റുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കുക. നമ്മുടെ കഴിവുകൾ എന്താണെന്ന് വ്യക്തമാക്കുക. മുൻപ് ചെയ്ത ജോലികളുടെ പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കുക. തുടക്കത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് നല്ല റിവ്യൂസ് നേടാൻ ശ്രമിക്കുക. ഉദാഹരണമായി, നമുക്കൊരു എഴുത്തു കഴിവുണ്ടെങ്കിൽ ബ്ലോഗ് പോസ്റ്റുകൾ, വെബ്സൈറ്റ് ഉള്ളടക്കം, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനുകൾ എന്നിവ എഴുതാം. ഡിസൈനിങ് അറിയാമെങ്കിൽ ഒരു കമ്പനിയുടെ ലോഗോ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വെഡിംഗ് കാർഡുകൾ എന്നിവ ഉണ്ടാക്കി നൽകാം. ഇതിന്റെ പ്രധാന വെല്ലുവിളി: തുടക്കത്തിൽ ജോലികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം മത്സരം കൂടുതലാണ്. പക്ഷേ സ്ഥിരമായി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുകയും അപേക്ഷിക്കുകയും ചെയ്താൽ ഉറപ്പായും നമുക്ക് വിജയിക്കാൻ കഴിയും. മൂന്നാമതായി, ഇപ്പോൾ ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബ് എന്നത് വരുമാനം നേടാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വീഡിയോകൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം. പാചകം, യാത്ര, പഠനം, ടെക് റിവ്യൂ, കോമഡി, വ്ളോഗിംഗ്, ആരോഗ്യ വിവരങ്ങൾ, ബ്യൂട്ടി ടിപ്സ് എന്നിങ്ങനെ ഒട്ടനവധി സാധ്യതകൾ അനന്തമാണ്. ഇനി എങ്ങനെ തുടങ്ങാം? ഏറ്റവും ആദ്യം നമുക്ക് അഭിനിവേശമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക. നല്ല ഉള്ളടക്കം നൽകുക. തുടക്കത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയും നല്ല ലൈറ്റിങ്ങും പകൽ വെളിച്ചം ഉപയോഗിക്കാം. വ്യക്തമായ ഓഡിയോയും മതിയാകും. കെയിൻ മാസ്റ്റർ, ഇൻഷോട്ട്, ക്യാപ് കട്ട് പോലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിന്റെ വരുമാനം പ്രധാനമായും യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലൂടെയുള്ള പരസ്യങ്ങളിലൂടെയാണ് ആഡ്സെൻസ് വരുമാനം ലഭിക്കുന്നത്. കൂടാതെ സ്പോൺസർഷിപ്പുകൾ, ബ്രാൻഡുകളുമായി സഹകരിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതായത് മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കമ്മീഷൻ നേടുക, അതുപോലെ ചാനൽ മെമ്പർഷിപ്പുകൾ, സൂപ്പർ ചാറ്റ്, മെർച്ചൻഡൈസ് വിൽപ്പന എന്നിവ വഴിയും നമുക്ക് പണം നേടാം. പ്രധാന കാര്യം: സ്ഥിരമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ പ്രേക്ഷകരുമായി കമന്റുകളിലൂടെ, ലൈവുകളിലൂടെയും സംവദിക്കുക. യൂട്യൂബ് ചാനൽ വളരാൻ സമയമെടുക്കും, അതുകൊണ്ട് ക്ഷമയും സ്ഥിരതയും അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഹസിലാണ് വീട്ടിൽ നിന്നുള്ള പാചകം, ഹോം ബേക്കറി. നമുക്ക് നല്ല പാചക കഴിവുണ്ടോ? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇത് നമ്മുടെ ഒരു മികച്ച സൈഡ് ഹസിൽ ആക്കി മാറ്റാം. ബേക്കിംഗ്, കേക്ക്, കുക്കീസ്, പ്രാദേശിക പലഹാരങ്ങൾ, സ്പെഷ്യൽ വിഭവങ്ങൾ, ആഴ്ചയിലൊരിക്കൽ ഊണ്, ഹോം മെയ്ഡ് അച്ചാറുകൾ, പൊടികൾ എന്നിവ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിൽക്കാം. എങ്ങനെ തുടങ്ങാം? ചെറിയ രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും സഹപ്രവർത്തകർക്കും ഉണ്ടാക്കി നൽകി തുടങ്ങാം. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി നമുക്ക് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. പ്രാദേശിക കടകളുമായോ റെസ്റ്റോറന്റുകളുമായോ സഹകരിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സാധ്യതകൾ തേടാം. ശ്രദ്ധിക്കേണ്ട കാര്യം: ശുചിത്വം, ഗുണമേന്മ, പാക്കിംഗ് എന്നിവയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. നല്ല ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കും. ഇതിന്റെ വരുമാന മാർഗം: നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വിലയും വിൽപ്പനയുടെ അളവും അനുസരിച്ചായിരിക്കും വരുമാനം. നല്ല രുചിയാണെങ്കിൽ കൂടുതൽ ഓർഡറുകൾ ലഭിക്കും. അതിനനുസരിച്ച് നമുക്ക് വില നിശ്ചയിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തതായി, അഞ്ചാമതായി, ഓൺലൈൻ സർവേകളും മൈക്രോ ടാസ്കുകളും. നമ്മുടെ ഒഴിവു സമയങ്ങളിൽ, ഉദാഹരണത്തിന് യാത്രാവേളകളിൽ കാത്തിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ചെറിയ ജോലികൾ ചെയ്ത് പണം നേടാൻ പറ്റിയ വഴികളാണിത്. ഓൺലൈൻ സർവേകൾ പങ്കെടുക്കുക, ചിത്രങ്ങൾ ലേബൽ ചെയ്യുക, ഡാറ്റ എൻട്രി പോലുള്ള വളരെ ചെറിയ ജോലികൾ ചെയ്യുക. എങ്ങനെ തുടങ്ങാം? സ്വാഗ് ബഗ്സ്, തൊലൂന, വൈസൻസ്, ആമസോൺ മെക്കാനിക്കൽ ടർക്ക് തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നമുക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. ഈ വെബ്സൈറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ നൽകും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്: ഇത് വലിയ വരുമാനം നൽകുന്ന ഒരു വഴിയല്ല. ഒരു പോക്കറ്റ് മണി കണ്ടെത്താനോ ചെറിയ ബില്ലുകൾ അടയ്ക്കാനോ മാത്രമുള്ള ഒരു സൈഡ് ഹസിലാണിത്. സമയം പാഴാക്കാത്ത വിശ്വസനീയമായ സൈറ്റുകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. അടുത്തതായി, നമ്മൾ എങ്ങനെ സൈഡ് ഹസിൽ തുടങ്ങണം? ഇപ്പോൾ ഈ സൈഡ് ഹസിൽ യാത്ര നമ്മൾ എങ്ങനെ തുടങ്ങണം? ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ താല്പര്യങ്ങൾ കണ്ടെത്തുക. ആദ്യമായി, നമുക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ളത്, അത് കണ്ടെത്തുക. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമതായി, സമയം കണ്ടെത്തുക. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് സൈഡ് ഹസിലിനായി എത്ര സമയം കണ്ടെത്താൻ പറ്റും എന്ന് കണ്ടെത്തുക. ഒരു ദിവസം 1 മണിക്കൂറോ ആഴ്ചയിൽ കുറച്ചു മണിക്കൂറുകളോ മതിയാകും.
സ്ഥിരമായി ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മൂന്നാമതായി, ആവശ്യമുള്ള പഠനം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൈഡ് ഹസിലിനെ കുറിച്ച് ഓൺലൈനിൽ കൂടുതൽ പഠിക്കുക, വീഡിയോകൾ കാണുക, ലേഖനങ്ങൾ വായിക്കുക, സൗജന്യ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക. അറിവ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചെറിയ രീതിയിൽ തുടങ്ങുക. ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങുക. ഒരു ഫ്രീലാൻസ് പ്രൊജക്ട്, ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ, കുറച്ച് സർവേകൾ എന്നിങ്ങനെ. വിജയങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ചെറിയ ചുവടുവെപ്പുകളിലൂടെയാണ്. അഞ്ചാമതായി, ഏറ്റവും നിർബന്ധമായും വേണ്ടതാണ് ക്ഷമയും സ്ഥിരതയും. ഏറ്റവും പ്രധാനം ഇതാണ്. ഒരു സൈഡ് ഹസിൽ വളരാൻ സമയമെടുക്കും. ആദ്യമൊക്കെ വരുമാനം കുറവായിരിക്കും, ആളുകൾ ശ്രദ്ധിക്കില്ലായിരിക്കാം. പക്ഷേ സ്ഥിരമായി പരിശ്രമിക്കുക, പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോവുക. അവസാനമായി, സൈഡ് ഹസിൽസ് എന്നത് കേവലം അധിക വരുമാനം നേടാനുള്ള ഒരു വഴിയല്ല. സൈഡ് ഹസിൽസ് എന്നത് കേവലം ഒരു അധിക വരുമാനം നേടാനുള്ള വഴിയല്ല. അത് നമ്മളെ കൂടുതൽ കഴിവുള്ളവരാക്കും, സാമ്പത്തികമായി മെച്ചപ്പെടാനും ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ പ്രധാന വരുമാന മാർഗം കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയ അവസരമാണ്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു സൈഡ് ഹസിൽ തിരഞ്ഞെടുത്ത് തുടങ്ങാൻ സാധിക്കും. ഒരു ചെറിയ ചുവടുവെപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് ഹസിൽ അനുഭവങ്ങൾ പങ്കുവെക്കാനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. എല്ലാ കമന്റുകൾക്കും ഞങ്ങൾ മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.